മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. PC ജോർജിന്റെ ലവ് ജിഹാദ് പരാമർശത്തില് കേരള പോലീസ് കേസെടുക്കുന്നില്ല എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നത്. കേസെടുക്കാൻ മാത്രം ആ ഒരു വിഷയത്തിൽ ഒന്നുമില്ലെന്നും കേരള പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നു. അത്തരത്തിലാണ് നമ്മുടെ മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് PC ജോർജിന്റെ ലവ് ജിഹാദ് വിഷയത്തിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇനി കേരള പോലീസ് കേസെടുത്ത് വീണ്ടും PC ജോർജിനെ വേട്ടയാടാൻ ഒരുങ്ങിയാൽ ഒന്ന്, ഈ വിഷയം കോടതിയിലെത്തിയാൽ കോടതി തന്നെ ചോദിക്കാൻ ഒരുപാട് സാധ്യതയുണ്ട്. ഇതിൽ കേസെടുക്കാൻ മാത്രം എന്താണ് ഉള്ളത് എന്ന്. അത്തരത്തിൽ കോടതി ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാരിന് തന്നെ വലിയ തിരിച്ചടിയായിരിക്കും. അതൊക്കെ തന്നെ തിരിച്ചറിഞ്ഞത് കൊണ്ടാവാം കൃത്യമായിട്ട് കേരള പോലീസ് പറയുന്നത് ഈ വിഷയത്തിൽ കേസെടുക്കാൻ മാത്രം ഒന്നുമില്ല എന്ന്. അതുമാത്രമല്ല, നമുക്കറിയാം സീറോ മലബാർ സഭ ഔദ്യോഗികമായിട്ട് PC ജോർജിന് പിന്തുണ കൊടുത്തിരിക്കുന്നു. കട്ടക്ക് സഭ PC ജോർജിന്റെ ഒപ്പമാണ് എന്നുള്ളതും കേരള സർക്കാർ വളരെ വ്യക്തമാക്കി തന്നെ മനസ്സിലാക്കി. അതും വലിയൊരു കാരണം തന്നെയാണ്, അതിലൊരു തർക്കവുമില്ല. അല്ല, ഇനി മറ്റൊരു കൂട്ടരുണ്ടായിരുന്നല്ലോ, മുസ്ലിം യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും. മുസ്ലിം യൂത്ത് ലീഗ് എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ PC ജോർജിന്റെ ജാമ്യം റദ്ദാക്കാൻ കോടതിയിലേക്ക് കയറും, കോടതിയിലേക്ക് പോകുമെന്നൊക്കെയായിരുന്നു പറഞ്ഞത്. ഏതായാലും അവരിതുവരെ കോടതിയിൽ എത്തിയില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു വിഷയത്തില് യൂത്ത് കോൺഗ്രസ് ഇതെന്ത് കണ്ടിട്ടാണ് പരാതിയുമായിട്ട് രംഗത്തിറങ്ങിയത്? അല്ല, യൂത്ത് കോൺഗ്രസും ഇവിടെ CPIക്കും പോപ്പുലർ ഫ്രണ്ടിനും വേണ്ടിയിട്ടാണോ വർക്ക് ചെയ്യുന്നത്? അല്ല, സകല ആളുകളും ഇതൊക്കെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ. PC ജോർജ് ഒരു വിഷയം മുന്നോട്ട് വെക്കുമ്പോൾ യൂത്ത് ലീഗ്, മുസ്ലിം യൂത്ത് ലീഗ് വരുന്നത് സ്വാഭാവികമായിട്ടും അവർക്ക് പല താല്പര്യങ്ങളുണ്ട്. പക്ഷെ യൂത്ത് കോൺഗ്രസ് അത്തരത്തിലാണ്, അവരുമുണ്ട് PC ജോർജിന്റെ പിന്നാലെ. അതൊക്കെ സകലരും ചിന്തിക്കുക. അല്ല, PC ജോർജിനേക്കാൾ വലിയ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പ്രഖ്യാപനം നടത്തിയത് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ നടത്തിയിട്ടില്ലായിരുന്നു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പറഞ്ഞത് ഞാനൊന്ന് ഇവിടെ കൊടുക്കാം, നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. ആദ്യം NDF എന്ന പേരിൽ തുടങ്ങിയിട്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ട്രെയിനിങ്ങും പണവും ആയുധങ്ങളും ഒക്കെ അവർക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട് ആളുകളെ ഇവർക്കെതിരാൾ വൈരുദ്ധ്യമുള്ളവരും വിരോധമുള്ളവരെയും കൊല്ലിക്കും. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കൈവിട്ട് എടുക്കുക, കാര്യമായിട്ട് ഇതൊക്കെയാണ് അവരുടെ പരിപാടി. അപ്പോൾ അത് ആളുകൾ മനസ്സിലാക്കി. ഇവർ നമ്മുടെ ദേശീയ ദിനമായ ആഗസ്റ്റ് 15 പിന്നെ ദേശീയവാദികളും എല്ലാ രാജ്യസ്നേഹികളും പിന്നെ പ്രകടനത്തിൽ പങ്കെടുക്കുമല്ലോ, അതിൻ്റെ കൂടെ ഇവരും കൂടെ പ്രകടനത്തിൽ പങ്കെടുക്കുക. ഒരു 20 കൊല്ലം കഴിയുമ്പോൾ കേരളം ഒരു മുസ്ലിം രാജ്യമാകും, ഭൂരിപക്ഷമാകും. അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിമാക്കുക, മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക, അങ്ങനെ മുസ്ലിം ജനിക്കുക. ആ തരത്തിൽ ഇങ്ങനെ മറ്റ് സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഉള്ളൊരു നീക്കമാണ് ഇവർ നടത്തുന്നത്. നിങ്ങൾ കേട്ടില്ലേ, NDFനെയൊക്കെ പേരെടുത്തുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. മാത്രമല്ല PC ജോർജൊക്കെ പറഞ്ഞതിന്റെ ഒരു 100 ഇരട്ടി ശക്തമായ വാക്കുകളല്ലേ VS അച്യുതാനന്ദൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്? നിങ്ങൾ തന്നെ കേട്ടില്ലേ, യുവാക്കളെ പണം കൊടുത്ത് സ്വാധീനിക്കും, വിവാഹം ചെയ്യും. കേരളം 20 വർഷം കഴിഞ്ഞാല് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാവുന്ന പോലും പ്രഖ്യാപിച്ചത്. അതാണ് ആരുടെ ലക്ഷ്യം? NDF പോലെയുള്ള ഇവിടെയുള്ള സംഘടനകളുടെ ലക്ഷ്യമെന്ന് കൃത്യമായിട്ട് VS അച്യുതാനന്ദൻ വിളിച്ചു പറഞ്ഞു. അല്ല, അന്നും യൂത്ത് കോൺഗ്രസും അന്നും മുസ്ലിം യൂത്ത് ലീഗൊക്കെ ഇവിടെ ഇല്ലായിരുന്നോ? അന്ന് എന്തുകൊണ്ടാ ഒരാൾ പോലും പരാതിയുമായിട്ട് രംഗത്തിറങ്ങാഞ്ഞത്? എന്തുകൊണ്ടാ VS അച്യുതാനന്ദനെതിരെ പ്രതിഷേധമൊക്കെ വിളിച്ച് പോലീസ് സ്റ്റേഷൻ മാർച്ചൊന്നും നടത്താതിരുന്നത്? അല്ല, ഇതൊക്കെ ബോധമുള്ള ഓരോ ആളുകളും ചിന്തിക്കേണ്ടതാ. VS അച്യുതാനന്ദൻ വലിയ പ്രഖ്യാപനം നടത്തി, അതിൻ്റെയൊക്കെ വളരെ കുറഞ്ഞ രീതിയിൽ യാഥാർത്ഥ്യമാണ് PC ജോർജ് പല സന്ദർഭങ്ങളിലും വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. എന്നാൽ PC ജോർജിനെതിരെ ഇവിടെ എന്തൊക്കെയാണ് നടന്നത്? യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തുന്നു, പരാതി കൊടുക്കുന്നു, മുസ്ലിം യൂത്ത് ലീഗ് രംഗത്തെത്തുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, PC ജോർജിനെതിരെ മാത്രം പരാതി വരുമ്പോൾ ആർക്ക് വേണ്ടിയാണ് ഇവരൊക്കെ പ്രവർത്തിക്കുന്നത്? നമുക്കറിയാം, കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടിനെയും SDPIനെയൊക്കെ ശക്തമായിട്ട് എതിർക്കുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവാണ് PC ജോർജ്.
PC ജോർജിനെ പൂട്ടുക എന്നുള്ളത് SDPIയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ഒക്കെ വലിയ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പിന്തുണയായിരുന്നു ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ, ഇദ്ദേഹത്തിനെതിരെ പരാതികളുമായിട്ട് രംഗത്തെത്തിയ ആളുകളുടെ ലക്ഷ്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. VS അച്യുതാനന്ദൻ വലിയ പ്രഖ്യാപനം ഇവിടെ നടത്തി. ഇവിടെ NDF-ഉം ഇതിന്റെയൊക്കെ ലക്ഷ്യങ്ങൾ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ദീർഘവീക്ഷണത്തോടു കൂടി പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കണം, VS അച്യുതാനന്ദൻ പറഞ്ഞ കാലത്ത് പോലും ഇത്ര പിന്തുണയൊന്നും കൊടുക്കുന്നില്ലായിരുന്നു. എന്നാൽ ഈ ഒരു അതായത് 2025 എത്തുമ്പോൾ VS അച്യുതാനന്ദൻ പറഞ്ഞതുപോലെ അതിന്റെ വളരെ ഡോസ് കുറച്ച് ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞപ്പോഴേക്കും വലിയ പിടിമുറുക്കലുകൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നില്ലേ? VS അച്യുതാനന്ദന്റെയൊക്കെ ഇത്തരം നിലപാടുകളാണ് നമ്മുടെ കേരളത്തിന് വേണ്ടത്. എന്ത് കാര്യങ്ങൾ തുറന്നു പറയണം. ഏത് സംഘടനയാണെങ്കിലും എത്ര ശക്തിയുള്ളതാണെങ്കിലും അവരുടെ വോട്ട് വാങ്ങുക എന്നുള്ളതാവരുത് ലക്ഷ്യം. അത് കൃത്യമായിട്ട് തുറന്നു പറയുക. നമ്മുടെ നാടിന്, നമ്മുടെ സംസ്ഥാനത്തിന് സമാധാനം വേണം. അതാണ് VS അച്യുതാനന്ദൻ കൃത്യമായിട്ട് വിളിച്ചു പറഞ്ഞത്. ഇനി 2026 നിയമസഭാ ഇലക്ഷൻ നടക്കാൻ പോവാ. ഇവിടെ പലരും പ്രതിപക്ഷത്തെ ഭരണപക്ഷത്തേക്ക് എത്തിക്കുമെന്നുള്ള രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ കണ്ട് ഞാനൊരു കാര്യം എടുത്തു പറയാം. ഇവിടെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ വിജയിച്ച സമയത്ത് ആദ്യം ആഹ്ലാദ പ്രകടനം നടത്തിയത് കോൺഗ്രസ് ഒന്നല്ല, SDPI. അവര് അത്തരത്തിൽ പ്രകടനം വിളിക്കുന്നുണ്ടെങ്കിൽ ഈ SDPIയുടെ ഒരു പ്രതീക്ഷ കോൺഗ്രസ് കേരളം ഭരിക്കണം എന്നുള്ളത്. അതിന്റെ തുടക്കം എന്നോടാണ് പാലക്കാട് ഇവരൊക്കെ വലിയ ആഹ്ലാദവും വലിയ പ്രകടനവും സകലതും നടത്തിയിരുന്നത്. ഇതൊക്കെ സകല ആളുകളും ഗൗരവത്തിൽ തിരിച്ചറിയണം. SDPI കോൺഗ്രസിനാ പിന്തുണ കൊടുക്കാറുള്ളത്. നമ്മളിതൊക്കെ കാണാറില്ലേ? ആ പ്രകടനം നമ്മൾ കണ്ടതല്ലേ? പാലക്കാട് നടന്ന പ്രകടനമൊക്കെ നമ്മൾ വ്യക്തമായിട്ട് തന്നെ കണ്ടതല്ലേ? അപ്പോ UDF, അപ്പൊ മുസ്ലിം യൂത്ത് ലീഗ്, അപ്പോ ആ ഒരു നന്ദി പ്രകടിപ്പിച്ചതാണ്, പിന്തുണകളുടെ നന്ദി പ്രകടിപ്പിച്ചത്. ഇതൊക്കെ ബോധമുള്ള ഏതൊരാൾക്കും ചിന്തിക്കാവുന്നതല്ലേ? ഇന്ന് പരാതി കൊടുക്കുക, PC ജോർജിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ചാടി വീണിരിക്കുക യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ്. കേരള പോലീസിന്, കേരള സർക്കാർ സംവിധാനങ്ങൾക്ക് കാര്യം മനസ്സിലായി കഴിഞ്ഞു. ജനത ഇതൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട്. ഈ വിഷയത്തിൽ PC ജോർജിനെതിരെ ഒരു നടപടിയോ അറസ്റ്റോ ഉണ്ടായി കഴിഞ്ഞാല് അത് കേരള സർക്കാരിന് വലിയ ക്ഷീണം സംഭവിക്കുമെന്നുള്ളതൊക്കെ കേരള സർക്കാർ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാ പോലീസ് കൃത്യമായിട്ട് പറയുന്നത് ഈ വിഷയത്തിൽ കേസെടുക്കാൻ തക്ക ഒന്നുമില്ല എന്ന്. അത്തരത്തിലാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ PC ജോർജിന് കട്ടക്ക് സഭ ഔദ്യോഗിക പിന്തുണയും കൊടുത്തതോട് കൂടിയിട്ട് കാര്യങ്ങളുടെ കിടപ്പേതായാലും കേരള സർക്കാരിന് മനസ്സിലായി. അതുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്നില്ല. ഇന്നും നേരം വെളുക്കാത്തത് യൂത്ത് കോൺഗ്രസിനും യൂത്ത് ലീഗിനുമാണ്. യൂത്ത് ലീഗ് ഏതായാലും കോടതിയിൽ പോയിട്ട് ജാമ്യം റദ്ദാക്കുമെന്ന് പറഞ്ഞ് വലിയ ഡയലോഗ് ഒക്കെ അടിച്ചിരുന്നു. ഏതായാലും കോടതിയിലേക്ക് എത്തിയിട്ടില്ല. അവർക്കും ഏകദേശം ഇതിന്റെ കിടപ്പ് മനസ്സിലായി എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും PC ജോർജിനെതിരെ കേസെടുക്കുന്നില്ല എന്ന പ്രഖ്യാപനമൊക്കെ വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്.